പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ ടെക്നിക്സ് ആണ്. ഈ ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ ടെക്നിക്സ് കണ്ടുപിടിച്ചത് ജോസഫ് ലൂയിസ് ലാഗ്രാഞ്ച് ആണ്. 18-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൺസ്ട്രെയിൻറ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആണിത്. കൺസ്ട്രെയിൻറ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് എന്തുകൊണ്ടാണ് കൺസ്ട്രെയിൻറ്റ്? ഒരു കൺസ്ട്രെയിൻറ്റ് അവിടെ ഉണ്ടാവും, ഒരു സബ്ജക്റ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇതുണ്ടായിരിക്കാം. നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഇവൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ z is equal to ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് എ മാക്സിമൈസ് ദ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ്. ദാറ്റ് ഈസ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ബഡ്ജറ്റ് ആയിരിക്കും. ലാഗ്രാഞ്ച് മെത്തേഡ് കമ്പൈൻ ബോത്ത് ദ ഫംഗ്ഷൻ ഫോം ഓഫ് ലാഗ്രാഞ്ച് ഫംഗ്ഷൻ. ഈ രണ്ട് എന്ത് ചെയ്യും? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻറ്റും നമ്മൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. അതായിരിക്കും ലാഗ്രാഞ്ച് ഫംഗ്ഷൻ. അതിലേക്ക് എന്ത് ചെയ്യും? ലാംഡ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ലാംഡ എന്നുള്ള ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളതിന് ആ ലാംഡയാണ് എന്ത് പറയുക? ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്ന് പറയാം. എന്നിട്ട് ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഫംഗ്ഷൻ കണ്ടുപിടിക്കും. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതേപോലെ ഇത് നമ്മുടെ കൺസ്ട്രെയിൻ്റ് ആണ്. കൺസ്ട്രെയിൻ്റ് ഉണ്ടാവുക g of x, y ഈക്വൽ ടു k ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഈ ഫംഗ്ഷന് കേൻ്റെ പുറത്ത്, അതാണ് k മൈനസ് g of x, y എന്ന് പറയും. എന്നിട്ട് അതിനെ ലാംഡ കൊണ്ട് ഗുണിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്ന് നിങ്ങൾ അതിൻ്റെ വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിലുള്ള വേരിയബിൾ നമ്മൾ തന്നിരിക്കുന്ന വേരിയബിളായിട്ടുള്ള ഇതിൽ നേരത്തെ തന്നിരിക്കുന്നതിൽ എക്സ്, വൈ, ലാംഡ ഇതാണ് അൺനോൺ. അതിൻ്റെ ഫസ്റ്റ് ഓർഡർ അത് വെച്ചിട്ടുള്ള ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണും. എന്നിട്ട് ഈക്വൽ ടു 0 ആക്കും. പാർഷ്യൽ ഡെറിവേറ്റീവ് കാണും. എന്നിട്ട് എന്ത് ചെയ്യും? ഈക്വൽ ടു 0 ആക്കും. ദോ എൽ ഡിവൈഡ് ബൈ ദോ എക്സ് ഈക്വൽ ടു 0, ദോ എൽ ഡിവൈഡ് ബൈ ദോ y ഈക്വൽ ടു 0, ദോ എൽ ഡിവൈഡ് ബൈ ദോ y ലാംഡ ഈക്വൽ ടു 0. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടിട്ട് പിന്നെ എക്സിൻ്റെയും വൈൻ്റെയും ലാംഡൻ്റെയും വാല്യൂ കാണും. എന്നിട്ട് എന്ത് ചെയ്യും? സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ കാണും. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് ബോർഡേഡ് ഏസിയൻ ഡിറ്റർമിനൻ്റ് ആണ് കാണേണ്ടത്. ബോർഡേഡ് ഏസിയൻ ഡിറ്റർമിനൻ്റ് ദാറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ഇതാണ് ബോർഡേഡ് ഏസിയൻ ഡിറ്റർമിനൻസ്. ഇത് സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിൽ ഫസ്റ്റിൽ 0, g of x എന്ന് പറയുന്നത് കൺസ്ട്രെയിൻറ്റിൻ്റെ എക്സ് ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, g y എന്ന് പറയുന്നത് കൺസ്ട്രെയിൻറ്റിൻ്റെ y ആയിട്ടുള്ള ഡിറ്റർമിനൻ്റ് വാല്യൂ, lxx എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ ഫസ്റ്റ് കണ്ട് 0 to ഇക്വേറ്റ് ചെയ്ത ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഇതിൻ്റെ വീണ്ടും ഡെറിവേറ്റീവ് കാണാം. അതിനാണ് lxx എന്ന് പറയുന്നത് എക്സ് ആയിട്ടുള്ളത്. lxy എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനിൻ്റെ y ആയിട്ടുള്ള ഡെറിവേറ്റീവ്. ഇനി അടിയിലുണ്ടാവുക ly(x), അത് ഇതിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണാം. അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വീണ്ടും അടുത്തൊരു ഡെറിവേറ്റീവ് കാണാം എക്സ് ആയിട്ടുള്ളത്. ly എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ വീണ്ടും ഡെറിവേറ്റീവ് കാണാം വിത്ത് റെസ്പെക്ട് ടു y. ഓക്കെ, അതാണ് അതിൽ തന്നിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമൈസേഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാക്സിമൈസേഷൻ, ലെസ് ദാൻ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് എ മിനിമൈസേഷൻ. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ ടെക്നിക്സ്. ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ്. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ കൺസ്യൂമർ എന്തായിരിക്കും? ട്രൈസ് ടു മാക്സിമൈസ് ഇസ് എർ യൂട്ടിലിറ്റി സബ്ജക്റ്റ് ടു ഇസ് എർ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ എ സിംഗിൾ കമ്മ്യൂണിറ്റി കേസ് കൺസ്യൂമർ റീച്ച് ഇക്വിലിബ്രിയം അറ്റ് വിച്ച് പി ഓഫ് എക്സ് ഈക്വൽ ടു MUX, പ്രൈസ് ഓഫ് എക്സും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എത്തുക. ഇഫ് ദർ ആർ n കമ്മ്യൂണിറ്റി കൺസ്യൂമർ റീച്ച് ഇക്വിലിബ്രിയം MU1 ഡിവൈഡഡ് ബൈ P1 ഈക്വൽ ടു MU2 ഡിവൈഡഡ് ബൈ P2, അങ്ങനെ n വരെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് 1 ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് സെക്കൻഡ് കമ്മ്യൂണിറ്റി ഡിവൈഡ് ബൈ പ്രൈസ് 2. ഇനി മൂന്നാമത്തേനും 3 ഉണ്ടാവും. അത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് എന്ത് ചെയ്യുക? കൺസ്യൂമർ യൂട്ടിലിറ്റി മാക്സിമൈസത്തിൽ എത്തുക. അണ്ടർ IC അനാലിസിസ് കൺസ്യൂമർ റീച്ച് ഇക്വിലിബ്രിയം അറ്റ് ദ സ്ലോപ്പ് ഓഫ് IC ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. നമ്മൾ ഇൻഡിഫറൻസ് കർവ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈനും അതേപോലെ തന്നെ ഐസിയും ടാൻജൻറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തുക. ഓക്കെ, യൂട്ടിലിറ്റി മാക്സിമൈസത്തിലെത്തുക. ഇനി നമ്മൾ ലാഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ പ്രകാരമാണെങ്കിൽ നമ്മളെ യൂട്ടിലിറ്റി ഫംഗ്ഷന് ഇതിൻ്റെ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻറ്റ് എന്ത് ചെയ്യുക? നമ്മൾ ആ കൺസ്ട്രെയിൻറ്റിനെ നമ്മൾ എന്ത് ചെയ്ത് ഈ സാധനം എന്ത് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ട് B - X P of X
മൈനസ് വൈ പി ഓഫ് വൈ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്ത് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് അത് ആഡ് ചെയ്ത് ലാംഡ കൊണ്ട് ഇൻറ്റു ചെയ്ത്. ഇതാണ് നമ്മളെ ലാഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ഫംഗ്ഷൻ. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 3ൻ്റെതും കണ്ടു, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടു, അത് 0 ടു ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഏതിലേക്ക് പോകണം? അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബോർഡേഡ് എസ്സിയൻ മെത്തേഡിലേക്ക് പോകണം. ബോർഡേഡ് എസ്സിയൻ മെത്തേഡിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാക്സിമം യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലുള്ള എക്സിൻ്റെയും വൈൻ്റെയും ലാംഡൻ്റെയും വാല്യൂ ഡെറിവേറ്റീവ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ MUX ഡിവൈഡ് ബൈ MUY എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവാണ്. POX ഡിവൈഡ് ബൈ PY എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈനാണ്. ഇതിലാണ് കൺസ്യൂമർ എന്ത് ചെയ്യുക? മാക്സിമൈസത്തിൽ എത്തുക. പ്രോഫിറ്റ് ഏത് മാക്സിമൈസത്തിൽ? യൂട്ടിലിറ്റി മാക്സിമൈസത്തിൽ എത്തുക. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ബോർഡേഡ് എസ്സിയൻ ഈസ് പോസിറ്റീവ് ആണെങ്കിൽ യൂട്ടിലിറ്റി മാക്സിമൈസ്ഡ്. ഇനി രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഏതൊരു ഫേമും എന്തിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക? പ്രോഫിറ്റ് മാക്സിമൈസത്തിലെത്താൻ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ്. അത് മാക്സിമം എത്തുക എന്നുള്ളതാണ് ഒരു ഫേമിൻ്റെ പ്രധാനപ്പെട്ട ഇത്. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് സെയിൽ ചെയ്തുമ്പോൾ കിട്ടുന്ന മണിയെ എന്ത് പറയുക? ടോട്ടൽ റവന്യൂ എന്ന് പറയുക. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്തതാണ്. ഇനി നമ്മൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. അത് നമ്മൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് PQ ആണ്. TC ഇത് ഇവിടെ കോമൺ ഉണ്ട്. TR ആണ്. TR ഈസ് ഈക്വൽ ടു PQ. TC ഈസ് ഈക്വൽ ടു WL പ്ലസ് RK. എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് കണ്ടു. അതിലേക്ക് ഇതിൽ നിന്ന് PQയിൽ നിന്ന് എന്ത് ചെയ്ത് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്തു. മൈനസ് ചെയ്തിട്ട് ആ ഫംഗ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മാക്സിമത്തിൽ എത്തിക്കേണ്ടത്. അതിൻ്റെ കൺസ്ട്രെയിൻ്റ് എന്ന് പറയും Q ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് K/L. എന്നിട്ട് അതിലേക്ക് നമ്മൾ ലാഗ്രാഞ്ച് യൂസ് ചെയ്തു, ലാംഡ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ ഡെറിവേറ്റീവ് കാണും. ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ലാംഡൻ്റെയും Kൻ്റെയും Lൻ്റെയും വാല്യൂ കാണും. 4 കണ്ടീഷനിൽ ദോ Z ഡിവൈഡ് ബൈ ദോ Q, ദോ Z ഡിവൈഡ് ബൈ ദോ L, ദോ Z ഡിവൈഡ് ബൈ ദോ K, ദോ Z ഡിവൈഡ് ബൈ ദോ ലാംഡ. ഇത് 4 കണ്ട് അത് 0 ടു ഇക്വേറ്റ് ചെയ്യും. അത് 4 0 ടു ഇക്വേറ്റ് ചെയ്യുന്നതാണിത്. ഇത് നിങ്ങൾക്ക് ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഒരു വട്ടം കണ്ടാൽ ഒന്നുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യുക? സോൾവിങ് ഇക്വേഷൻ ഫൈൻഡ് വാല്യൂ ഓഫ് ലാംഡ K L. എന്നിട്ട് എന്ത് ചെയ്യുക? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ്ഡ്. ഇനി കോസ്റ്റ് മിനിമൈസേഷൻ. ട്രഡീഷണൽ തിയറി അസ്യൂം ദാറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോൾ പെർസ്യൂഡ് ബൈ ദ ഫേം ഈസ് മാക്സിമൈസിങ് പ്രോഫിറ്റ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മിനിമൈസേഷൻ കോസ്റ്റ്. ഏതൊരു ഫേമും മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ കോസ്റ്റ് എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. അപ്പോൾ അതിന് അദ്ദേഹത്തിന് മുന്നിലുള്ള കൺസ്ട്രെയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത് WL പ്ലസ് RK ആണ്. WL എന്ന് പറയുന്നത് വേജ് ഇൻറ്റു ലേബർ, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷനെ നമ്മളെ ഫംഗ്ഷൻ കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻ ഇതാണ് നമ്മളെ ഫംഗ്ഷൻ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇതാണ് മിനിമൈസ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ നമ്മൾ ലാംഡ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിനെ ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഫംഗ്ഷനായിട്ട് മാറ്റും, ലാഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആക്കും. എന്നിട്ട് ഇതിൽ ദോ C ഡിവൈഡ് ബൈ ദോ L അതിൻ്റെ ലാബറേറ്റുള്ള അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണും, 0 ടു ഇക്വയും. ക്യാപിറ്റൽ ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണും, അത് 0 ടു ഇക്വേറ്റീവ്. ലാംഡ ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. എന്നിട്ട് എന്ത് ചെയ്യും? അത് 0 ടു ഇക്വയും. എന്നിട്ട് ലാംഡനെയും ക്യാപിറ്റലിൻ്റെയും Lൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാണും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ലെസ് ദാൻ 0 സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ്റ്റ് മിനിമൈസേഷൻ്റെ കണ്ടീഷൻ ബോർഡേഡ് എസ്സിയൻ ഈസ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ലെസ് ദാൻ 0 ആണെങ്കിൽ കോസ്റ്റ് മിനിമൈസേഷൻ. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ്. ഒന്ന് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കോസ്റ്റ് മിനിമൈസേഷൻ. ഇനി വേണമെങ്കിൽ റവന്യൂ മാക്സിമൈസേഷൻ ഒക്കെ ഇതിൽ ഇതേപോലെ കാണാൻ കഴിയുന്നതാണ്. ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതാണ്. താങ്ക് യു.